ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യവും ഈ സർവേയുടെ ഭാഗമായി വോട്ടർമാരോട് ജനങ്ങളോട് ചോദിച്ചു. അതിന്റെ പ്രതികരണം കൂടി കാണാം. കോൺ ബനേഗാ മുഖ്യമന്ത്രി വരട്ടെ സ്ക്രീനിൽ. 27.8% പിണറായി വിജയൻ, 8.5% പിണറായി വിജയൻ, 27.77% വി ഡി സതീശൻ. അവിടെയും പിണറായി വിജയൻ ഒരു അല്പം വളരെ കുറച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി. 27.85 പിണറായി വിജയൻ, 27.77 വി ഡി സതീശൻ. ഇതാണ് കേരളത്തിന്റെ മൂഡ് എന്നാണ് കോർ പറയുന്നത്. ഉറപ്പാണ് ഇതാണ് കേരളത്തിന്റെ മൂഡ്. ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞാൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രണ്ടുപേർക്കും തുല്യമായ ഏകദേശം വളരെ ചെറിയ മാർജിൻ കൃത്യമായ മൂഡ്. ഇതാണ് കേരളത്തിന്റെ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ്. പിണറായി വിജയൻ വേഴ്സസ് വി ഡി സതീശൻ, 27.85 വേഴ്സസ് 27.77. മറ്റുള്ളവർക്കും മാർക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതുകൂടി പരിശോധിക്കാം. പിണറായി വിജയൻ 27.85, വി ഡി സതീശൻ 27.77. രാജീവ് ചന്ദ്രശേഖരന് 5.81 കെ കെ ശൈലജയ്ക്ക് 12.1 ഒരു സേഫ് സീറ്റ് പോലും കൊടുക്കാതെ പേരാവൂരിലേക്ക് അയച്ചിരിക്കുന്ന ശൈലജ മുഖ്യമന്ത്രി ആവുന്ന കരുതുന്ന 12.1 ആളുകളുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് 12.06 കെ സുരേന്ദ്രൻ 1.54, എം വി ഗോവിന്ദൻ 0.39, കെ സി വേണുഗോപാൽ 0.82, വി മുരളീധരൻ 0.94, മറ്റുള്ളവർ 10.7. അതിൽ ശ്രദ്ധിച്ച് നമ്മളിപ്പോൾ പിണറായി വിജയന്റെയും കെ കെ ശൈലജയും കൂടി ടാലി ചെയ്യുമ്പോഴും വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെ ടാലി ചെയ്യുമ്പോഴും തന്നെയും അപ്പോഴും നെക്കാണ് വരുന്നത്. അപ്പൊ വളരെ പൊളിറ്റിക്കലി ആൾക്കാർ കൃത്യമായി ഏത് മുന്നണി അധികാരത്തിൽ വരണമെന്നും എനിക്കൊന്നും സമീപകാലത്തൊരു ഒപ്പീനിയൻ പോളില് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിൽ ഇത്രയും ക്ലോസ് ഫൈറ്റ് ഒരു സർവേയിലും എവിടെയും പ്രതിഫലിച്ച് കണ്ടിട്ടില്ല. അപ്പം വളരെ ക്ലോസ് ഫൈറ്റ് ആണ്. ഈ മറ്റുള്ളവരിൽ 10.71 ഏറ്റവും കൂടുതൽ ആളുകൾ നിർദ്ദേശിച്ച പേര് ശശി തരൂരിൻ്റെതാണ്. ശശി തരൂർ. അപ്പൊ ആ ഒരു കാര്യത്തിൽ വേണമെങ്കിൽ യു ഡി എഫിന് അഡ്വാൻറ്റേജ് എന്ന് പറയാം. അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം, ചെറിയൊരു അഡ്വാൻറ്റേജ്.